ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിലില്ലേ, നമ്മൾ നേരത്തെ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയിട്ടോ. അപ്പം ഇതാ ആന ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് 3 ആനയുണ്ട് കേട്ടോ. അപ്പം പിന്നെ പോയി അവിടുന്ന് കുറച്ച് നേരം ഉത്സവം കണ്ടിട്ട് ഇതാ ഇത്രയും ജനത്തിരക്കാട്ടോ. അതായത് ഓരോ ദിവസവും ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ വെട്ടിമരുന്നും കാഴ്ചകളും വന്ന് കഴിഞ്ഞാൽ പിന്നെ തിരക്കാണ്. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ബന്ധുവിൻ്റെ വീടുണ്ടായിരുന്നു. അവിടെ പോകുമ്പോഴേക്ക് ഇരിണാവുകാരെ കാഴ്ച വരവാട്ടോ ഇത്. അതായത് 3 ദേശക്കാരാണ്: ചെറുകുന്ന്, കണ്ണപുരം, ഇരിണാവ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിണാവ് ദേശക്കാരെ കാഴ്ച വരവാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ആൾക്കാരും ഉണ്ടാവും അമ്പലത്തിലേക്ക് വരുന്നത്. ഇതുപോലെ കാഴ്ച ഇതുപോലെ ഓട്ടോയിലും ഇതിലെല്ലാമായിട്ട് ഇതുപോലെ അങ്ങ് കൊണ്ടുപോകട്ടോ ചെയ്യുന്നത്. പിന്നെ മുന്നിൽ കുറേ എല്ലാവരും താലം പിടിച്ചിട്ടും കുട പിടിച്ചിട്ടും അങ്ങനെയെല്ലാം ഉണ്ടാവും. അങ്ങനെ കാഴ്ച വരവ് ഇത് പോയി കഴിഞ്ഞ് ശേഷമാണ് അമ്പലത്തിൽ വെടി പൊട്ടാൻ വേണ്ടി തുടങ്ങും കേട്ടോ. കാഴ്ചയിലും വന്നു, പിന്നെ ഉത്സവമെല്ലാം കഴിഞ്ഞു. അങ്ങനെ അമ്പലത്തിൽ വെടി വെട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പം കണ്ണൂരക്കാരെ ഇരിണാവ് വരെ വെടി നല്ല സൂപ്പറായിരുന്നു. ലാസ്റ്റത്തെ ഗുണ്ടെല്ലാം പൊട്ടിയത് നല്ല സൂപ്പറായിരുന്നു. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ പൊട്ടിക്കുന്നതിന്. അതായത് അടുത്ത വീടുകളിലുള്ളവർ പരാതി കൊടുത്തിട്ട് അങ്ങനെ ലിമിറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം പൊട്ടുന്നില്ല. മുന്നേലും ഭയങ്കര ഇരിണാവുകാരെക്കാളും കൂടുതൽ കണ്ണൂരക്കാരെക്കാളും കൂടുതൽ ഇരിണാവുകാർ പൊട്ടിക്കണം അങ്ങനത്തെ ഭയങ്കര കോമ്പറ്റീഷനിലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ കോമ്പറ്റീഷനൊന്നുമില്ല. എന്നാലും പതിവിലും കൂടുതൽ നല്ല രീതിയിൽ ഇരിണാവുകാർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബാക്കി 2 ആൾക്കാരെ വെച്ചിട്ട് നല്ലോണം അവരായിരുന്നു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പതിയെ തിരക്കെല്ലാം കഴിഞ്ഞാൽ ദിയമോള് പറഞ്ഞു എനിക്ക് അച്ചിടണം എന്ന് പറഞ്ഞു. അങ്ങനെ മൈലാഞ്ചി വെച്ചിടാൻ വേണ്ടിയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇത് കണ്ടേരം എനിക്ക് നമ്മളേലും കുട്ടിക്കാലട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളും ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നെല്ലാം ഈ 7 ദിവസം റിലേറ്റീവിനെ കാണുന്ന കൈനീട്ടം കിട്ടിയ പൈക്കണൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇടാറും അതുപോലെ തന്നെ സാധനങ്ങൾ മേടിക്കും എല്ലാം ചെയ്യുന്നത് അങ്ങനെയാട്ടോ. അതേപോലെ തന്നെ ദിയമോൾ ഇപ്രാവശ്യം അവളെ കൈനീട്ടം കിട്ടിയ പൈസനെ കൊണ്ടാട്ടോ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പണ്ട് ആരെങ്കിലും റിലേറ്റീവിനെ കണ്ടാൽ 10 രൂപ അല്ലെങ്കിൽ കൂടിപ്പോയ 50, 100 അല്ലാതെ കിട്ടുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ ദിയമോക്കെല്ലാം കിട്ടുന്നത് മിനിമം ഒരു 100 രൂപ കുറഞ്ഞിട്ട് ആരും കൊടുക്കൂല. പിന്നെ എല്ലാവരും റിലേറ്റീവെല്ലാം കൊടുക്കുന്നത് 500 രൂപ വെച്ചിട്ട് എല്ലാവർക്കും അവർക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ അവൾക്ക് ഇപ്രാവശ്യം കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങാനും ആക്കാനും പൈസയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് അച്ഛനിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആന ഇങ്ങനെ എഴുന്നള്ളത്തിന് പോകും കേട്ടോ. ഓരോ വീടുകളിലൊക്കെ അല്ല ഓരോ ദേശത്തേക്ക് ഇങ്ങനെ എഴുന്നള്ളത്തിന് പോയി. ഇത് പിന്നെ പിറ്റേ ദിവസത്തെ ഉത്സവത്തിന് നമ്മൾ പോയതാട്ടോ. ഇന്ന് വെടിക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നേരത്തെ ഉത്സവത്തിന് പോയി. അപ്പം അമ്മ പറഞ്ഞു ഇതുവരെ ഉത്സവം കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും പിന്നെ ഞാനും കുഞ്ഞും ദീനും കൂടി വാശി പിടിച്ചിട്ട് പിന്നെ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ ഇരിക്കാൻ, അമ്പലത്തിൻ്റെ അല്ല ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കാനൊരു സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ അവിടെ ചോയി അമ്പലം എന്ന് പറയും. ആ ചോയി അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ എല്ലാവരും ഉണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴുണ്ട് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്ന, ആനൻ്റെ അലർച്ച കേൾക്കുന്നുണ്ടായിരുന്നു. പിറകിലിരുന്ന ആനക്ക് മതളകയായിരുന്നു ഇത്. അപ്പം പിറകിലിരുന്ന ആളിങ്ങനെ തുള്ളുന്നുണ്ട്, എല്ലാവരോടും ഓടാൻ പറയുന്നുണ്ട്, പോകാൻ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ 2 മക്കളുണ്ടായിരുന്നു. ഇത് ആരോ എനിക്ക് അയച്ചെന്ന വീഡിയോ ആയിരുന്നു. ഇത് ആൾക്കാരെല്ലാം ഇങ്ങനെ പരിഭ്രാന്തരായിട്ട് ഓടുവാട്ടാ ചെയ്യുന്നത്. ഞാനും ഓടിയിട്ടുണ്ട് കേട്ടോ. ഞാനും 2 മക്കളെയും കയ്യിൽ പിടിച്ചിട്ട് ഇത് കേക്കാത്ത വാതി ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു. കസേരയിലും തട്ടിട്ടിട്ടും കണ്ടാ ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു. കാരണം 2 ആളെ കൈയും വിട്ട് പോരുതല്ലോ. ഒരാളൊക്കത്തുണ്ട്, ഒരാൾ കയ്യിലുണ്ട്. അമ്മ എങ്ങടാ പോയിന്നൊന്നും അറിയില്ല. അമ്മ ഇതിനു മുന്നേ ഞങ്ങൾ പിന്നെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി എന്ന് വിചാരിച്ച അമ്മ ഞങ്ങളെയും വരുത്തി അങ്ങോട്ട് പോയി വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ പേടിച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവളെ വീടിൻ്റെ മുകളിൽ കയറി ഇതാക്കുക ചെയ്ത് എല്ലാവരോടും ഒന്നിക്കൽ അമ്പലത്തിൽ അല്ല അടുത്തുള്ള വീടുകളിലുള്ളിൽ, പിന്നെ ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട്, ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്കെല്ലാം പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ച് പോയതാണ്. പിന്നെ ആനനെ പിന്നെ പാപ്പാൻ്റെ കഴിവ് കൊണ്ട് തളച്ചെടുത്തു. പിറ്റേ ദിവസം അയാൾ ആദരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നേ. വലിയൊരു അപകടമാണ് ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അയാൾ വേഗം തുമ്പിക്കൈയിലും പിടിച്ച് വിളിച്ച് ആനനെ ചെയ്തത്. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.